ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. ഇ ഡി ഡയറക്ടർ രാഹുൽ നവീൻ കൊച്ചിയിൽ. നാളെ കൊച്ചി ഓഫീസിൽ ഉന്നതതല യോഗം ചേരും. ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം. നിതിൻ സേവ്യറുടെ വിശദാംശങ്ങളുമായി. നിതിൻ, ഡ്യൂട്ടിക്കിടെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് ഇ ഡിക്ക് വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ കൊച്ചിയിൽ ഉന്നതതല യോഗം ചേരാൻ പോകുന്നു. വിശദാംശങ്ങൾ എന്താ? ഉദ്യോഗസ്ഥർക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായതിന്റെ അടക്കം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇ ഡി ഡയറക്ടർ കേരളത്തിലെത്തിയിരിക്കുന്നത്. അദ്ദേഹം കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. നാളെ ഈ കൊച്ചി ഓഫീസിൽ ഉന്നതതല യോഗം ചേരും. പ്രത്യേകിച്ച് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം അടക്കം ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിനിടെയായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. തുടർന്ന് ഈ സംഭവത്തിൽ കേരള പോലീസ് കേസെടുക്കുകയും നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ ഇ ഡി കൂടുതൽ നടപടികൾ വേണമെന്നൊരു നിലപാടിലാണ് നിലവിൽ ഇപ്പോൾ ഇ ഡി ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ചർച്ച ചെയ്യും. ഒപ്പം തന്നെ ഈ CMR ലെക്സാലോജിക്ക് കേസ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ചർച്ചയിൽ വരും. ഈ കേസിൽ ഇനി എന്ത് തുടർ നടപടികളാണ് സ്വീകരിക്കേണ്ടതടക്കമുള്ള കാര്യത്തിൽ നാളെ ഈ ചർച്ചയിൽ ഒരുപക്ഷെ തീരുമാനമായേക്കും. പ്രത്യേകിച്ച് ഈ അടിയന്തരമായി പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് നോട്ടീസ് അയക്കേണ്ടതില്ല, സമൻസ് അയക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നേരത്തെ ഇ ഡി എത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം നാളെ ഇ ഡി ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം മറ്റ് കേസുകൾ ഇ ഡി നിലവിൽ കേരളത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് കേസുകളൊക്കെ അടക്കം നാളെ ഈ ചർച്ചയുണ്ടാകും. ഇ ഡിയുടെ കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഓഫീസർമാരും ഒപ്പം തന്നെ ചെന്നൈയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ളവർ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. നാളെ രാവിലെയാണ് കൊച്ചി ഓഫീസിൽ വെച്ച് ഇത്തരത്തിൽ യോഗം ചേരുന്നത്. ഏറ്റവും പ്രധാനമായി ഈ യോഗത്തിൽ ശ്രദ്ധേയമാവുക അല്ലെങ്കിൽ ഈ യോഗം ശ്രദ്ധേയമാവുക ഈ ഡയറക്ടർ ഈ ഒരു സാഹചര്യത്തിൽ ഡയറക്ടർ കൊച്ചിയിൽ എത്തിയതിനെ തുടർന്ന് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഈ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇ ഡിക്ക് വലിയ അതൃപ്തിയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് കോടതിയിലടക്കം നടക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഇന്നും ഈ കേസ് കോടതിയിൽ വരികയും ചെയ്തിരുന്നു. ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ എന്ത് നടപടിയാണ് കൈക്കൊണ്ടതെന്ന് ഇ ഡി സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചിരുന്നു. മറുപടി നൽകാൻ പ്രോസിക്യൂഷന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് നിലവിൽ അത്തരത്തിലൊരു നടപടി കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഏതായാലും വളരെ നിർണായകമായ യോഗമാണ് നാളെ കൊച്ചിയിൽ നടക്കുന്നത്. അല്പസമയം മുൻപാണ് ഇ ഡി ഡയറക്ടർ നിതിൻ നവീൻ കൊച്ചിയിൽ എത്തിയിട്ടുള്ളത്. അദ്ദേഹം നിലവിൽ സ്വകാര്യ ഹോട്ടലിൽ ഇ ഡിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. നാളെയാണ് നിർണായകമായ യോഗം കൊച്ചിയിൽ നടക്കുക. ശരി, യോഗത്തിന് ശേഷം ഇ ഡിയുടെ തുടർ നീക്കങ്ങൾ എന്താകും എന്നത് ആകാംക്ഷ തന്നെയാണ്. നിതിൻ സേവ്യറാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.